അസ്സലാമലൈക്കും. എന്തെല്ലാം എല്ലാവരും വിശേഷം? ഇന്ന് നമുക്ക് നോമ്പ് ഇരുന്നല്ലോ ബറാത്തിൻ്റെ. അല്ല, ഞാനെന്തായാലും കളവ് പറയുന്നില്ല, എനിക്ക് നോമ്പില്ല കേട്ടോ, ഞാനെടുത്തിട്ടില്ല. കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ ഇതിൽ വന്നതന്നെ എന്തിനാ? എന്തെങ്കിലും ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. ഓരോരുത്തർ പറയും നമ്മൾ വെറുതെ ടൈം പാസിന് ചെയ്യുന്നതെന്ന്, പക്ഷെ വെറുതെയാണ്. എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു പണക്കാരായാലും പാവപ്പെട്ടവരായാലും ആ ഒരു ലക്ഷ്യം തന്നെയായിരിക്കും. ഇപ്പം തന്നെ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ. നമുക്കൊരു വീടും കാര്യങ്ങളൊന്നുമില്ല, താമസിക്കുന്ന ഒരു വാടക വീട് 8 വർഷമായി. പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം ഓരോരാൾ കൂടുന്തോറും നമുക്ക് സബ്സ്ക്രൈബും വ്യൂസും വാച്ച് ടൈം എല്ലാം കൂടുകയാണ്, ഓരോരോ അംഗങ്ങൾ കൂടുന്നു. അപ്പോൾ എല്ലാവരുടെയും എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബുള്ളതിൽ തന്നെ ഇത്രയും തന്നെ ചെയ്തവരോട് തന്നെ നന്ദി പറഞ്ഞാൽ തീരുള്ളൂ. കാരണം എനിക്ക് ഇത്ര ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കുറച്ച് സബ്സ്ക്രൈബേ ഉള്ളൂ, എന്നാലും വലിയൊരു ഉപകാരം തന്നെയാണ്. ഇത്രയെങ്കിലും ആയിക്കിട്ടിയത്. എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് പറഞ്ഞാൽ എൻ്റെ ഒരു ശ്രദ്ധക്കുറവുണ്ട്. അതായത് മെയിൽ വന്നിട്ട് ഞാനത് ശ്രദ്ധിക്കാണ്ടായിപ്പോയി. അങ്ങനെ 2 വട്ടം മെയിൽ വന്നിട്ടുണ്ടായി എനിക്ക്. ഈ 2 വട്ടവും അത് എന്തോ ഒരു മിസ്റ്റേക്ക്, അത് എന്തോ ഇടാൻ പാടില്ലാത്തൊരു വീഡിയോ ഞാൻ ഇട്ട്. അങ്ങനെ 2 തവണ മെയിൽ വന്നപ്പോഴും ഞാൻ എന്താക്കി, ഈ മെയിൽ നോക്കി കുട്ടികൾ ഫോണെടുത്ത് കളിക്കുമ്പോൾ ഈ മേലെ വന്ന മെസ്സേജ് നീക്കിക്കളയും. ഞാൻ ഈ മെയിൽ നോക്കി ചെക്ക് ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ എൻ്റെ ഒരു ചാനൽ റിമൂവ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. അതൊരു ഫുഡ് ചാനലായിരുന്നു. അതോടുകൂടി എന്തോ ഒരു മനസ്സിനൊരു ഇത് വന്നുപോയി, ഉറപ്പൊന്നും. അങ്ങനെ ഫുഡിനെ മാത്രം ഇടുന്നുണ്ടായതുകൊണ്ട് അങ്ങനെ അത് ഞാൻ നിർത്തി, എല്ലാം ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പോൾ പറയാൻ വന്നേ വേറൊന്നുമില്ല. നമ്മൾ കണ്ടല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി എന്താ പറയുക, റാഗിങ്ങിന് ഇരയായത്. ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കണ്ടപ്പോൾ എനിക്കുണ്ട്. കുട്ടികൾ നമ്മളെ വിചാരിക്കുക എന്താണെന്നറിയാം, കുറച്ച് ചെറുതൊന്ന് വലുതാകുന്നത് വരെ നമ്മളെ കൂടെ നിർത്തി, പിന്നെ പുറത്തേക്ക് വിട്ട് ഹോസ്റ്റലിലൊക്കെ നിർത്തി കുട്ടികളെ പഠിപ്പിക്കണം, എന്നാലേ പഠിപ്പുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റാഗിങ് എന്ന് പറയുമ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികൾ പാട്ട് പഠിക്കുക, കളിപ്പിക്കുക, ഒപ്പന കളിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ റാഗിങ്ങിന് ഇത്ര വലിയ ക്രൂരത ഉണ്ടെന്നുള്ളത് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ആ മോനെ സഹിക്കൽ പഠിച്ചോനെ. ലോകത്ത് ഒരേ കുട്ടികൾക്ക് ഇന്ന് പുറത്ത് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറഞ്ഞ് അങ്ങനത്തെ ചെറ്റകളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം. എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റേതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഒരമ്മ പെറ്റ കുട്ടികൾ തന്നെയാണ് എല്ലാവരും. അമ്മമാർ പ്രസവിച്ച, അതായത് സ്ത്രീ മുമ്പ് പ്രസവിച്ച മക്കൾ തന്നെയാണ് ആ ഐറ്റങ്ങളെല്ലാം തന്നെ. എന്നാൽ അതെന്താണ് ഐറ്റങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സെന്ന് അറിയുന്നില്ല. ന്യൂസിലൊക്കെ കാണുന്ന കുറേ ന്യൂസുകൾ, പല ന്യൂസുകളും നമ്മൾ കണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വീട്ടിലെ വളർത്തു ദോഷം കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കെന്താ കുട്ടികളൊരു കോലം ഇതെല്ലാം വെച്ച് കാണുമ്പോൾ എന്തായാലും വലിയ പണച്ചാക്കിൻ്റെ മക്കളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ പണച്ചാക്കിൻ്റെ മക്കളൊന്നും എല്ലാം തോന്നുന്നു. ഇനി അന്നന്ന് കൂലി പണിയെടുത്ത് ജീവിക്കുന്ന ഒരച്ഛൻ്റെ അമ്മേൻ്റെയും മക്കളാണോ ഒന്നും തന്നെ പറയാൻ പറ്റൂല. നമുക്കെല്ലാം ഇപ്പോൾ അതിൽ ഫോട്ടോയിലും ന്യൂസിലും തന്നെ ഒരറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിലായിട്ട് ഒന്നും തന്നെ ആ കുട്ടികളൊന്നും തന്നെ അറിയില്ല. പക്ഷെ റാഗിങ്ങിന് ഇരയായ കുട്ടീൻ്റെ കരച്ചിൽ, നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ കരച്ചിൽ നോക്കുമ്പോൾ. പൊക്കിളിലൊക്കെ കോമ്പസും കൊണ്ട് കുത്തുമ്പോൾ ഉള്ളൊരവസ്ഥയെ എനിക്ക് ഒരു സൂചി വെക്കുമ്പോൾ നമ്മൾ എത്ര വേദന സഹിക്കുന്നത്, അത്രയും വേദന കുട്ടി സഹിച്ചു. ഇന്നത്തെ ന്യൂസിൽ കണ്ട് ന്യൂസ് വായിക്കുന്ന അവരെന്നെ പറയുന്നത് ശരീരം മുഴുവൻ വരഞ്ഞിട്ട് മുളക് അരച്ച് തേക്കണം ഐറ്റങ്ങൾ, എന്നിട്ട് വിടണം എന്ന്, വേദന അവരറിയട്ടെ എന്നാണ് പറയുന്നത്. ഒരു വാർത്ത വായിക്കുന്ന ഒരു ആളാണ് ആ പറയുന്നത്. അപ്പം എത്രത്തോളം ഉണ്ട്
എന്തായാലും നിയമം തക്കായ ശിക്ഷ കൊടുക്കണം. വെറുതെ വിടാൻ പാടില്ല. നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി പഠിക്കാൻ പഠിച്ചത് കൊടുക്കാനേ പാടില്ല. 4 കാലം ജയിലിൽ ജീവിക്കട്ടെ.